തട്ടിപ്പുകാരനായ മുസ്ലിം ലീഗ് നേതാവ് മെക്ക വഹാബിനെ പാർട്ടി സംരക്ഷിക്കില്ലെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. തട്ടിപ്പിനിരയായ താജുദ്ദീനൊപ്പമാണ് തങ്ങളെന്ന് നൌഷാദ് വ്യക്തമാക്കി. ലീഗ് നേതാവിനെതിരെ ഉയർന്ന ആരോപണം സംബന്ധിച്ച് ലീഗ് അന്വേഷിക്കും. ഹജ്ജ് വിസ തട്ടിപ്പിലെ പ്രതി കൂടിയാണ് മക്ക വഹാബ്. ആ മക്ക വഹാബാണ് ഏറ്റവും ഒടുവിൽ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത്, അതായത് 25 ലക്ഷം രൂപയ്ക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത്. താജുദ്ദീൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇപ്പോൾ കിടപ്പ് രോഗിയായി മാറി. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ നൌഷാദ്, ഇതിലിപ്പോൾ നിങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാവെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്, ദേശീയ കൗൺസിൽ അംഗമാണെന്നൊക്കെ പറയുന്നു. ഇതിൽ നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് ഇയാൾക്കെതിരെ? കാര്യം നിരവധി പരാതികളും മുമ്പും പല തട്ടിപ്പ് കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. ആദ്യമായിട്ട് പറയാനുള്ളത്, അദ്ദേഹം ദേശീയ കൗൺസിൽ അംഗമൊന്നുമല്ല. ഇപ്പോൾ 5 കൊല്ലത്തിന് മുൻപായിരുന്നു. പിന്നെ അദ്ദേഹം ഇങ്ങനെയുള്ള തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ്. നിങ്ങളുടെ വാർത്ത കണ്ടപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം. ഒരു പാർട്ടി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യത്തൊന്നുമില്ല. നിങ്ങളുടെ വാർത്ത ഞാൻ കണ്ടിരുന്നു. വളരെ ഹൃദയഭേദകമായിരുന്നു ആ ന്യൂസ്. ഇങ്ങനൊന്നും ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ല ആരെയും. അത്രമാത്രം മോശമാണ്. അത് തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണ്. നിലവിൽ ഈ ലീഗിൻ്റെ ഏതെങ്കിലും ഭാരവാഹിത്വത്തിൽ ഇദ്ദേഹം ഉണ്ടോ? ഒരു ഭാരവാഹിത്വത്തിലും അദ്ദേഹം ഇല്ല. ഞാൻ പറഞ്ഞില്ല, 5 കൊല്ലം മുമ്പായിരുന്നു ദേശീയ കൗൺസിൽ അംഗം. അത് ഇപ്പോൾ ഇല്ല. സ്വാഭാവികമായി 3 കൊല്ലം കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. പുതിയ ലിസ്റ്റിൽ അദ്ദേഹം ഇല്ല. പിന്നെ ആ പ്രദേശത്ത് അദ്ദേഹം കൗൺസിൽ അംഗങ്ങൾ ആയിരിക്കുമല്ലോ. പാർട്ടി പ്രാഥമിക അംഗത്വം ഉണ്ടാവും. പക്ഷെ അത് ഇപ്പോൾ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരു എൻക്വയറി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മേൽ നടപടി ഉണ്ടാവും. പാർട്ടി അന്വേഷിക്കുന്നുണ്ടല്ലേ? പാർട്ടി അന്വേഷിക്കും, തീർച്ചയായിട്ടും അന്വേഷിച്ചിട്ട്. കാര്യം പാണക്കാട് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മോശം പ്രവണത വെച്ചുറപ്പിക്കാൻ പറ്റില്ല. അന്വേഷിച്ചിട്ട് ഉടൻ നടപടി ഉണ്ടാവും. പുണ്യകർമ്മം കൂടിയായിട്ടുള്ള ഹജ്ജിൻ്റെ പേരിൽ പോലും തട്ടിപ്പ് നടന്ന, അത് നിലവിൽ കേസുണ്ട്. ശാസ്താംകോട്ടയിൽ ഉൾപ്പെടെ പോലീസിൽ കേസ് നിലനിൽക്കുകയാണ് ഇദ്ദേഹത്തിനെതിരെ. തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗിൻ്റെ ബാനറിൽ ചെയ്യുന്നത് വളരെ മോശപ്പെട്ടൊരു പരിപാടിയാണ്. അത് ഇനി ആര് ചെയ്താലും അത് ശരിയായി ന്യായീകരിക്കാൻ പറ്റുന്നതേ അല്ല. തീർച്ചയായും ഞങ്ങളോട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും ഒരു സഹായവും ആനുകൂല്യങ്ങളും ഇതിൽ നിന്നുണ്ടാകത്തില്ല. മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ശ്രീ നൌഷാദ് ഉറപ്പു തരുന്നത്. എന്തായാലും തട്ടിപ്പ് നടത്തുന്ന മക്ക വഹാബിന് ഇനി ലീഗിൻ്റെ പേരിൽ അങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ അനുവദിക്കുകയുമില്ല, ഒരു പിന്തുണയും നൽകില്ല എന്ന് വ്യക്തമാക്കുന്നു. ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.